എയിംസിൽ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഇവയുടെ ബേസിക് രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. എയിംസിൽ അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഈ ബേസിക് രജിസ്ട്രേഷൻ ഫില്ല് ചെയ്യേണ്ടതാണ്. അതിനായി നിങ്ങൾ എയിംസിൻ്റെ സൈറ്റ്, അതായത് www.aimsexam.ac.in എന്ന സൈറ്റ് ആക്സസ് ചെയ്യുക. സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഈ പേജിൽ നിങ്ങൾ അക്കാഡമിക് ആൻഡ് കോഴ്സസ് ഈ പോർഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ പേജിൽ നിങ്ങൾ നേഴ്സിംഗിൻ്റെ അണ്ടറിലുള്ള BSc നഴ്സിംഗ് ഓർ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊസീഡിൽ പ്രസ് ചെയ്യുക. പ്രൊസീഡിൽ പ്രസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ് പേജിൽ ന്യൂ ബേസിക് രജിസ്ട്രേഷൻ സോൺ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിന് താഴെ ഒരു ബ്ലൂ ബോക്സിൽ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ആ പേജിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് വേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. കാരണം ഇതിലെന്തെങ്കിലും ഒരു മൈനർ എറർ വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് നന്നായിട്ട് വായിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, ഒരു മൊബൈൽ നമ്പർ ഇത് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം റിലയബിൾ ആയിരിക്കണം. ഇതിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, സ്കാൻഡ് ഫോട്ടോ ഓർ ഡിജിറ്റൽ ഇമേജ്, സിഗ്നേച്ചർ ആൻഡ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇത് നിങ്ങൾക്ക് വേണം. ഇതിനോടൊപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം +1 +2ൻ്റെ മാർക്ക് ഷീറ്റ്, SLCയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഇതെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. +2ൻ്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ +2ൻ്റെ മാർക്ക് ഷീറ്റ് കാണില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് +2ൽ എക്സാം എഴുതാൻ കിട്ടിയ അഡ്മിറ്റ് കാർഡ് അത് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി. അത് +2ൻ്റെ മാർക്ക് ഷീറ്റിന് പകരം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ +2 എഴുതി എന്നുള്ളതിനുള്ള ഒരു പ്രൂഫായിട്ടാണ് അഡ്മിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ആ കാറ്റഗറിയുടെ പ്രൂഫ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഈ പേജിന് ശേഷം നിങ്ങൾ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അത് ഹൗ ടു അപ്ലോഡ് ഇമേജ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ്. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ നഴ്സിംഗ് ആൻഡ് BSc പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് എന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. BSc നഴ്സിംഗ് ആണ്, BSc നഴ്സിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോമാറ്റ്. ഇതിൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എൻറ്റർ ചെയ്തിരിക്കണം. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ നിങ്ങളുടെ SLCയുടെ സർട്ടിഫിക്കറ്റിലുള്ള SLC ബുക്കിലുള്ള ആ ഡേറ്റ് ഓഫ് ബർത്താണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതേണ്ടത്. ഇതിന് ശേഷം നിങ്ങളുടെ ജെൻഡർ, നിങ്ങൾക്ക് എന്തെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ കാറ്റഗറി, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചോദിക്കുന്നത്. അതിനുശേഷം ID പ്രൂഫ് നിങ്ങൾ എൻറ്റർ ചെയ്യാനുണ്ട്. ID പ്രൂഫിൽ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, അതായത് ഇലക്ഷൻ ID, അല്ലെങ്കിൽ 12th അഡ്മിറ്റ് കാർഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ ഒരെണ്ണം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ജനറേറ്റ് രജിസ്ട്രേഷൻ ID ആൻഡ് പാസ്വേഡ് എന്നൊരു കോളമുണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും കിട്ടുന്നതാണ്. ഇത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫൈനൽ രജിസ്ട്രേഷൻ ഇത് ആവശ്യമാണ്. ഇതിനുശേഷം ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ പ്രിൻ്റബിൾ പേജ്, അതായത് നിങ്ങൾ ഇതിൻ്റെ പേജ് പ്രിൻ്റ് എടുക്കുക. നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത ആ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് കോപ്പിയാണ്. ഇത് ഒന്നിലധികം കോപ്പീസ് നിങ്ങൾ എടുക്കണം. കാരണം ഇത് എന്നാലും മിസ്സായി പോയല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിലധികം കോപ്പീസ് എടുത്ത് നിങ്ങൾ കെയർഫുള്ളായിട്ട് വെക്കണം. ഫൈനൽ രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഫർദർ യൂസിനും ഇത് ആവശ്യമായി വന്നേക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ എടുക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത്. ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം.
ഹൗ ടു അപ്ലോഡ് ഇമേജ്. ഇതിൻ്റെ അകത്ത് 3 ഇമേജസ്, അതായത് ഫോട്ടോ വേണം, നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം. അപ്പോൾ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇത് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയും കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്കാൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണും കൊണ്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത് 5 മെഗാ പിക്സലിൽ കൂടുതലായിരിക്കണം. സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ് പൊസിഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലാഷ് ഓൺ ആക്കാൻ പാടില്ല. കാരണം ഫ്ലാഷ് ഓൺ ആക്കിയാൽ വൈറ്റ് ബോർഡിൽ ഷാഡോ വീഴുന്നതാണ്. ഇത് ലുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ ഫോട്ടോസൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ബോത്ത് ഐസ് ആൻഡ് ഇയർ, കണ്ണുകളും ഇയറും, ബോത്ത് ഐസ് ആൻഡ് ഇയേഴ്സ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അതായത് ചെവിയും കണ്ണും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഫോട്ടോയിൽ കാണണം എന്നർത്ഥം. ഇതിന് ശേഷം നിങ്ങൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നിങ്ങളുടെ ക്യാമറയിലോ അല്ലെങ്കിൽ ഫോണിലെടുത്ത ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. അപ്പോൾ ക്രോപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് മെയിൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെഡും ഷോൾഡറും ഒക്കെ ആയിരിക്കണം. അങ്ങനെ ഷോൾഡർ കൂടുതൽ വിസിബിൾ ആയിരിക്കണം. അതായത് വലിയ ഇമേജ് ആണെങ്കിൽ നിങ്ങൾ ഇച്ചിരി ലെന്തിയിലൊക്കെ എടുത്താൽ ഹെഡിനും ഷോൾഡറിനും അവിടം വരെയുള്ള പോർഷന് ഒത്തിരി ഇമ്പോർട്ടൻസ് വരില്ല. ഇതിൻ്റെ സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. 50 to 100 KB, അതായത് ആ രീതിയിൽ ഈ റേഷ്യോയിൽ വിഡ്ത്തും ലെന്തുമാണ്. 50 to 100 KBയിൽ നിങ്ങളിത് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഈ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എടുത്ത ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തതായിരിക്കണം. റീസെൻ്റ്ലി, അതായത് 6 മന്ത്, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് 6 മന്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 3.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 4.5 സെൻറ്റിമീറ്റർ, അതായത് വിഡ്ത്ത് ഇൻറ്റു ലെന്ത്, ആ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇനി നിങ്ങൾ ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്തെടുക്കുന്നത് എന്ന് പറയാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. വൈറ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം അതിൽ ഒരു കോളം ഡ്രോ ചെയ്യുക. ഈ ബോക്സ്, അതായത് നിങ്ങളതിലൊരു ബോക്സ് ഡ്രോ ചെയ്യുക. ഈ ബോക്സ് 3.5 ഹൊറിസോണ്ടലും 4.5 വെർട്ടിക്കലും ആയിരിക്കണം. അതായത് നീളവും വീതി വെർട്ടിക്കലും ആയിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതായത് എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഒട്ടിച്ച് വെക്കുക. ഇതിന് ശേഷം നിങ്ങൾ ഇത് സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്തെടുക്കുക. സ്കാൻ ചെയ്തെടുക്കുമ്പം ഈ ഫുൾ കംപ്ലീറ്റ് ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. അതിൽ ആ ബോക്സിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് മാത്രമാണ് സ്കാൻ ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ അത് സ്കാനിങ്ങിനകത്ത് 200 DPI വെച്ച് ചെയ്താൽ മതി. നിങ്ങളത് സ്കാൻ ചെയ്യുന്ന നിങ്ങളത് സ്കാനിങ് സെൻറ്ററിൽ പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അവരതുപോലെ തന്നെ സെലക്ട് ചെയ്ത് തരും. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ കംപ്ലീറ്റ് ഷീറ്റാണ് സ്കാൻ ചെയ്തെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്നത് JPG ഓർ JPEG ഓർ GIF ഓർ PNG ഈ ഫോമാറ്റിലായിരിക്കണം നിങ്ങൾ സ്കാൻ ചെയ്ത് സേവ് ചെയ്യുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു പിക്ചറൈസേഷനാണ്. A4 സൈസ്, ജസ്റ്റ് കോളം 3.5 to 4.5. അതിൽ നിങ്ങളുടെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുക, ദെൻ സ്കാൻ ചെയ്യുക, ദെൻ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. അതിൻ്റെ അകത്ത് വീണ്ടും ക്ലിയർ ആയിട്ട് പറയുന്നു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഫേസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം, സൈസ് 50-100 KBക്കുള്ളിലായിരിക്കണം, ഇമേജ് JPG അത് ഓൾറെഡി പറഞ്ഞു, PNG ഇങ്ങനെയുള്ള ഫോമാറ്റിലൊക്കെ ആയിരിക്കണം. ഈ ഇമേജ് ബ്ലേഡ് ആകാൻ പാടില്ല, എഡിറ്റഡ് ആകാനും പാടില്ല. ഈ ഇമേജ് ബ്ലേഡ് ആകാൻ പാടില്ല. ഇനി കോമൺലി എന്ത് കാരണം കൊണ്ടാണ് ഫോട്ടോഗ്രാഫ്സ് റിജക്റ്റ് ആകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകാതിരിക്കുക. സെക്കൻഡ്, ഇമേജ് ബ്ലേഡ് ആകുക. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഷീറ്റിൻ്റെ സ്കാൻ ചെയ്ത് അതിൻ്റെ ചെയ്യുക. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിൻ്റെ അകത്ത് ഡാർക്ക് ഗ്ലാസസോ എന്തെങ്കിലും സൺ ഗ്ലാസസോ അല്ലെങ്കിൽ വളരെ ഫുൾ ലെന്തുള്ളതോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതോ സൈഡ് പ്രൊഫൈല് ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സൊക്കെ ആണെങ്കിൽ ഇത് റിജക്റ്റായി പോകും. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് സിഗ്നേച്ചറിൻ്റെ ഇമേജ് എടുക്കുന്നത് ആണ്. ഇതിൻ്റെ അകത്ത് സിഗ്നേച്ചറിൻ്റെ ഇമേജ് എടുക്കുന്നതിന് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റ് എടുക്കുക. വൈറ്റ് ഷീറ്റിൽ 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 6 സെൻറ്റിമീറ്റർ, അതായത് വിഡ്ത്തും ലെന്തും
6 സെൻറ്റിമീറ്ററിൽ ഒരു കോളം, അതായത് ഒരു ബോക്സ് വരയ്ക്കുക. ഈ ബോക്സിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടുക. സിഗ്നേച്ചർ ഇടുമ്പോൾ തിക്ക് ടിപ്പുള്ള ബ്ലാക്കോ ബ്ലൂവോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫൗണ്ടൈൻ പെൻ, അതായത് ക്ലിയർ ആയിട്ട് ഇത് കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫുൾ സിഗ്നേച്ചർ ഇടുക. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. സിഗ്നേച്ചറിൻ്റെ അകത്ത് ഇനീഷ്യൽ ഉള്ളി അത് മാത്രം ഇടാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്ററിലുള്ള സിഗ്നേച്ചർ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ഓവർ റൈറ്റിംഗ്, ഒരു സിഗ്നേച്ചറിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഇടില്ലേ, അങ്ങനെയുള്ള ഓവർ റൈറ്റിംഗ് സിഗ്നേച്ചർ അക്സെപ്റ്റ് ചെയ്യില്ല. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഫോട്ടോഗ്രാഫിൻ്റെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത് പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലെടുക്കാം. സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് 5 മെഗാ പിക്സലിൽ കൂടുതലൊക്കെ ആണെങ്കിൽ അതിലും അവോയ്ഡ് ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് ചെയ്തതുപോലെ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിട്ട സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പർ കോളത്തിൽ നിങ്ങൾ ഇട്ട സിഗ്നേച്ചർ അതുപോലെ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ പോർഷൻ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. പിക്ചറൈസേഷനാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നെക്സ്റ്റ് ഇതിനകത്ത് നിങ്ങൾ അവസാനം ചെക്ക് ലിസ്റ്റ് ഇതെന്തൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ സിഗ്നേച്ചർ ക്ലിയർ ആയിരിക്കണം, ഓവർ റൈറ്റിംഗ് പാടില്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇതിൻ്റെ സൈസസ് 20 to 100 KB ആയിരിക്കണം. ഇമേജ് ഇസ് നോട്ട് ബ്ലേഡ്, ഇത് ബ്ലേഡ് ആകാൻ പാടില്ല. ഇങ്ങനെ വന്നാൽ ഇത് റിജക്റ്റ് ആവും. റിജക്റ്റ് ആകാനുള്ള റീസണോട് പറയാം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകാതിരിക്കുക, ഇമേജ് ബ്ലേഡ് ആകുക, ഓൾ ഷീറ്റ് കംപ്ലീറ്റ് ഷീറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെയുള്ള റീസണിൽ ഇത് റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷനാണ്. തമ്പ് ഇംപ്രഷനും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു വൈറ്റ് A4 സൈസ് പേപ്പർ എടുക്കുക, ഒരു ഡ്രോ ചെയ്യുക ബോക്സ്, അതായത് 4 സെൻറ്റിമീറ്റർ × 3 സെൻറ്റിമീറ്റർ, അത് വിഡ്ത്ത് ഹൈറ്റ്, അങ്ങനെ ഒരു ബോക്സ് ഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂവോ ബ്ലാക്ക് കളറിങ് പാടെടുത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ പ്രസ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹാൻഡ് ഡ്രൈ ആയിരിക്കണം. ഓയിലോ ഡേർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ കാണാൻ പാടില്ല. ലെഫ്റ്റ് തമ്പ് നിങ്ങൾ വളരെ ജെൻറ്റിലായിട്ടത് പ്രസ് ചെയ്യുക. തമ്പ് ഇംപ്രഷൻ കംപ്ലീറ്റ് ലൈൻ ഓഫ് യുവർ എൻറ്റയർ തമ്പ്, അതായത് തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് തമ്പ് അതിൻ്റെ ഒത്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ ആ എടുത്ത തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യുക, അതായത് ഫോട്ടോ എടുക്കാം, പിന്നെ സിസ്റ്റത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്കാൻ ചെയ്തിട്ട് ആ പോർഷൻ മാത്രം സ്കാൻ ചെയ്ത് നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ക്ലിയർ ആയിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, സൈസ് 20 to 100 KB ആയിരിക്കണം, ബ്ലേഡ് ആകാൻ പാടില്ല. ഇത് റിജക്റ്റ് ആകാനുള്ള കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകാതിരിക്കുക, ഇമേജ് ബ്ലേഡ് ആകുക, ഓൾ ഷീറ്റ് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഇനി ഇതിൻ്റെ സിലബസോടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു CBT എക്സാമാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, GK ആണ്. ഓരോ സബ്ജക്റ്റിൽ നിന്നും 30 മാർക്ക് വെച്ചാണ്. GKയിൽ നിന്ന് 10, അങ്ങനെ 100 മാർക്കിനാണ് നിങ്ങളുടെ MCQ ക്വസ്റ്റ്യൻ, അതായത് CBT എക്സാം നടക്കുന്നത്. ഈ 100 മാർക്ക് 100 MCQന് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചാണ്. ഇതിലേതെങ്കിലും റോങ് ആൻസർ, അതായത് ഇൻകറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ 1/3 മാർക്ക് ഡിഡക്റ്റ് ആകുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എത്രയും വേഗം പഠിച്ചു തുടങ്ങണം. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്യണം. എനിക്ക് നിങ്ങളെ വല്ലവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ അക്ഷയയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്കാൻ ചെയ്തെല്ലാം കൊണ്ടുപോകേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക. വൺസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങളുടെ ആ സിസ്റ്റത്തെ തന്നെ വിതിൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. എയിംസിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ.